ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. കാണിക്കാൻ പോകുന്നത് അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് വന്നാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്കുന്നുണ്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക കേട്ടോ. എന്നാലും മാത്രമാണ് ഞാനത് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് ഈ ഫേസ്ബുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന് ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഒന്നുമില്ല, നമ്മൾ വീട്ടിൽ എപ്പോഴും നമ്മൾ ദോശ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഇഡ്ഡലിക്കൊക്കെ എടുക്കുന്ന ബാറ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു, അത് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തണുപ്പിൽ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. ഇപ്പോൾ ഞാൻ നമ്മൾ കുറച്ച് തിക്കിലല്ലേ നമ്മൾ ബാറ്റർ ഉണ്ടാവുക, അത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഉപ്പ് ഇടുന്നതിന് മുന്നേ വേണം നമ്മൾ ഈ ഫേസ് പാക്ക് ഇടാനായിട്ട് എടുക്കാനിട്ടാ. ഉപ്പ് ഇട്ടതിന് ശേഷം ഇടരുത്. നമുക്ക് ഉപ്പിടാത്ത മാവ് വേണം ഫേസ് പാക്ക് ആയിട്ട് എടുക്കാൻ. ഇപ്പോൾ ഈ ഒരു തിക്കിൽ തന്നെ എടുത്തിരിക്കുന്നത് ഒരുപാട് ലൂസാക്കി നമ്മുടെ സ്കിന്നിൽ അതങ്ങനെ നിൽക്കില്ല, അതൊന്ന് ഒളിച്ചിറങ്ങി വരും. ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസിലും അതുപോലെ നമ്മൾ കഴുത്തിൽ ഇടാനുള്ളതും രണ്ട് കയ്യിലിടാനുള്ള മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ എടുത്താൽ തന്നെ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യാനുള്ളതുണ്ടാവും, ഫേസിലും നെക്കിലും. അത് നിങ്ങൾക്ക് ഇനി കാലിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കാലിലും പുരട്ടാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട, ഈ ഒരു ബാറ്റർ മാത്രം മതി. ഇപ്പോൾ ആ ഒരു തിക്കിലാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് ലൂസാക്കിയാൽ സ്കിന്നിൽ അത് കറക്റ്റായിട്ട് നിൽക്കില്ല. ഇനി ഞാൻ എൻ്റെ കയ്യിലാണ് തേച്ച് ഇതാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ദോശയുടെ ബാറ്റർ നമ്മളിപ്പോൾ ദോശയൊക്കെ ചൂടാൻ നിൽക്കുന്ന ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ദോശ ചുട്ട് തീരുമ്പോഴത്തേക്കും നമുക്ക് ഫേസിൽ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ ആവും, നമുക്ക് വാഷ് ചെയ്ത് കൊടുക്കാം. നമ്മളെപ്പോഴും എന്തായാലും ദോശ വീട്ടിലേക്ക് ഉണ്ടാക്കുന്നവരല്ലേ, അപ്പോൾ അത് എന്തുണ്ടാക്കാൻ നിൽക്കുകയാണെങ്കിലും ഇപ്പോൾ അതിനായിട്ട് ടൈം മാറ്റി വെക്കൊന്നും വേണ്ട. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട്. ഇത് അവിടുത്തെ അരിപ്പൊടിയാണെങ്കിലും അരിയാണെങ്കിലും സ്കിന്ന് വൈറ്റനിങ്ങിനും അതുപോലെ തന്നെ സൺ ടാനുള്ളതൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യും. റൈസ് അതുപോലെ തന്നെ ഉഴുന്നും അതെ, നമുക്ക് ചുളിവുകൾ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഉഴുന്ന്. അതുപോലെ നല്ല സ്കിൻ സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ ഇതൊക്കെ പാക്കറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞി കുട്ടികളുടെ ബേബി സ്കിന്ന് പോലെ നല്ല സോഫ്റ്റ് ഉണ്ടാകും. നമുക്ക് പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് നന്നായിട്ട് കിട്ടും. നമുക്കത് ₹1 ചിലവിൽ നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ് ഇഡ്ഡലി മാവും അതുപോലെ തന്നെ ദോശമാവൊക്കെ. അതായത് പുറത്ത് പോയിട്ട് നമുക്കൊന്നും വാങ്ങി വില കൂടിയ ക്രീമൊക്കെ നമ്മൾ വാങ്ങി തയ്ക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഈ വീട്ടിലുള്ളൊരു സാധനം നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ആഴ്ചയിൽ 3-4 വട്ടം നിങ്ങൾക്ക് ഇതേപോലെ കിട്ടുന്ന നല്ല റിസൾട്ട്. നമ്മൾ എന്തായാലും ദോശമാവ് 2 ദിവസത്തിനൊക്കെ എല്ലാവരും ആക്കി വെക്കുമല്ലോ, പിന്നെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. പക്ഷെ ഉപ്പിടാത്ത മാവ് വേണ്ട എപ്പോഴും നമ്മൾ എടുക്കാൻ. അപ്പോൾ നമ്മൾ അതെല്ലാം കയ്യിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതിന് മുന്നേ കുറേ വീഡിയോസ് ഫേസ് പാക്കിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചിലവർ കമൻറ്റ് ചോദിക്കാറുണ്ട് ഈ കളറുള്ള കയ്യിൽ തേച്ച് ഞങ്ങൾ എങ്ങനെ റിസൾട്ട് അറിയുന്നത്. പക്ഷെ നമുക്ക് പാക്ക് ഇടുന്ന സമയത്ത് അതിനായിട്ട് ഒരാളെ നമുക്ക് കിട്ടാൻ കുറച്ച് പണിയാണ് അപ്ലൈ ചെയ്ത് കാണിക്കാനൊക്കെ. ഈ പാക്ക് ഇട്ട് വല്ല ഇറിറ്റേഷനോ കാര്യങ്ങളുള്ളവരൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചെറിയൊരു ഭാഗത്ത് ടെസ്റ്റ് ചെയ്യുക. ഇറിറ്റേഷനോ കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടവരാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഉള്ളിലേക്ക് എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. പുറത്തുനിന്ന് വാങ്ങി സൈഡ് എഫക്റ്റ് ഒരു കെമിക്കലൊന്നും ചേർക്കാത്ത സംഭവങ്ങളല്ലേ, അപ്പോൾ നമ്മൾ വീട്ടിൽ അരച്ചുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്നിട്ടാണ് നിങ്ങൾ കണ്ടിന്യൂ. പിന്നെ ഏത് പാക്കാണെങ്കിലും നമ്മൾ ഏത് പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിലും 2-3 മാസമൊക്കെ നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ റിസൾട്ട് കിട്ടും. ആഴ്ചയിൽ 3 വട്ടം 4 വട്ടം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഞാനിത് ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്ക്രബ്ബ് പോലെ നമുക്കത് ആക്കാൻ പറ്റും. കാരണം ദോശമാവിൽ ചെറുതായിട്ട് തരി ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്കത് സ്ക്രബ്ബറായിട്ട് ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ചെറുതായിട്ട് ഐസ് ക്യൂബോ അല്ലെങ്കിൽ കയ്യിൽ വെള്ളം നനച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ മെല്ലെ സോഫ്റ്റായിട്ട് ഒരുപാട് ബലത്തിൽ അങ്ങോട്ട് റബ്ബ് ചെയ്ത് നല്ല സോഫ്റ്റായിട്ട് റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്രബും കൂടി ആവും കേട്ടോ. ആ ഡ്രൈ ആവുന്നതിന് മുന്നേ ഡ്രൈ ആയതിനു ശേഷം അല്ലെങ്കിൽ ഡ്രൈ ആവുന്നതിന് മുന്നേ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ കുറച്ച് വെള്ളം നനച്ചിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ ഫേസിൽ ഇങ്ങനെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഒരു സോഫ്റ്റായിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഒരുപാട് ഇട്ട കൊണ്ട് ഒരിക്കരുത്, സോഫ്റ്റായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാൻ കൈ കഴുകി കൊടുക്കുകയാണ്. നമ്മൾ പാക്ക് കഴുകി കളയുന്ന സമയത്ത് ഒരുപാടിട്ട് അങ്ങോട്ട് ബലത്തിൽ റബ്ബ് ചെയ്യരുത്. ആ പാക്കൊന്ന് വെള്ളം നനച്ചാൽ അതിനകത്ത് കൂടുതൽ വരും. അതിന് ശേഷം നമ്മളിത് കഴുകി കൊടുത്താൽ അത് പൂട്ടാം. അത് പോകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഡ്രൈ ആയി ഇരിക്കുന്നതല്ല, പോകാൻ വേണ്ടി ഒരുപാടിട്ട് ഉരയ്ക്കരുത്. ഇപ്പോൾ നമ്മൾ വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ദോശമാവൊക്കെ വീട്ടിലുള്ള സമയത്താണെങ്കിൽ നമുക്ക് ദോശ ചുടുന്ന സമയത്തൊന്നും നിങ്ങൾക്ക് തേച്ചിട്ട് നിന്നാൽ മതി. അതിനായിട്ട് വേറെ ടൈമൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ പുറത്തൊക്കെ പോയി വെയിലത്തൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിൽ ഈ ദോശമാവൊക്കെ നമ്മൾ ഫ്രിഡ്ജിലിരിക്കണമെങ്കിൽ ആ തണുപ്പോടെ നമുക്ക് ഫേസിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. സൺ ടാൻ പോകാനൊക്കെ ബെസ്റ്റാണ്. അപ്പോൾ വീക്കിൽ 3 പ്രാവശ്യമൊക്കെ ചെയ്താൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഇതൊക്കെ കഴുകി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ വേണ്ടി നല്ല റിസൾട്ട് ഉണ്ട്. അതുപോലെ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക. പാക്കൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാവുന്നതല്ലേ,
ദോശമാവും ഇഡ്ലിമാവൊക്കെ നമ്മൾ കഴുകിയതിന് ശേഷം നല്ലൊരു ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നിങ്ങൾക്ക് നമ്മൾ പാക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് തുടയ്ക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതെടുത്ത് നല്ല സോഫ്റ്റായിട്ട് തുടച്ച് കൊടുക്കുക. നല്ല റിസൾട്ടാണ്. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഒരുപാട് വില കൊടുത്തിട്ടൊന്നും വാങ്ങി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ നമ്മളെ സ്കിന്നൊക്കെ തൊടുമ്പോൾ നമ്മളെ കുഞ്ഞി കുട്ടികളുടെ സ്കിന്നിന് ബേബി സ്കിന്നില്ലേ അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴും വീട്ടിലുള്ളതാണ്. നിങ്ങളോട് പുറത്ത് പോയിട്ടൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ദോശമാവും വീട്ടിമാവൊക്കെ എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുകയാണെങ്കിൽ വീക്കിലി ഒരു 3-4 പ്രാവശ്യം നിങ്ങൾക്ക് ട്രൈ ചെയ്യുക. അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.